മതവിദ്വേഷ പ്രസംഗ കേസിൽ കീഴടങ്ങിയ വെള്ളാപ്പള്ളി നടേശന് ആലുവ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. ആലുവ സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ സിഐക്ക് മുന്നിലാണ് വെള്ളാപ്പള്ളി നടേശൻ കീഴടങ്ങിയത്. കേസിൽ വെള്ളാപ്പള്ളിയോട് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. രാവിലെ 10:40 വെള്ളാപ്പള്ളി നടേശൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ആലുവ സിഐക്ക് മുൻപാകെ ഹാജരായത്. ഭാര്യ പ്രീതി നടേശനും മകൻ തുഷാർ വെള്ളാപ്പള്ളിക്കുമൊപ്പമാണ് വെള്ളാപ്പള്ളി സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് ആലുവ ഡിവൈഎസ്പി ഷംസിന്റെ നേതൃത്വത്തിൽ വെള്ളാപ്പള്ളിയിൽ നിന്ന് മൊഴിയെടുത്തു. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ആലുവയിലെ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയ വെള്ളാപ്പള്ളിയെ ആലുവ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 25,000 രൂപ ബോണ്ടിലും തുല്യ തുകയ്ക്കുള്ള 2 ആൾ ജാമ്യത്തിലും മജിസ്ട്രേറ്റ് വെള്ളാപ്പള്ളിക്ക് ജാമ്യം അനുവദിച്ചു. SNDP വൈക്കം യൂണിയൻ പ്രസിഡന്റ് ബിനേഷ് പ്ലാത്തോട്ടം, SN ട്രസ്റ്റ് ബോർഡ് അംഗം KL അശോകൻ എന്നിവരാണ് വെള്ളാപ്പള്ളിക്ക് ജാമ്യം നിന്നത്. കഴിഞ്ഞ 18 വർഷമായി VM സുധീരൻ തന്നെ വേട്ടയാടുകയാണെന്ന് ജാമ്യം ലഭിച്ച ശേഷം വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. മുടിയുള്ളവർ എങ്ങനെ വേണമെങ്കിലും മുടി വെച്ച് കെട്ടാം. അപ്പോൾ ഇന്നിപ്പോൾ മുടിയുള്ള ആളുകളാണ് എന്ന് ഈ മുടി എല്ലാവർക്കും എല്ലാ കാലത്തും തലയിലുണ്ടാകില്ല എന്ന ഒരു വിചാരം അധികാരത്തിലുള്ളവർക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം എന്നെ ഇങ്ങനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് KPCC പ്രസിഡന്റ് തുടങ്ങിയിട്ട് ഒരു 18 കൊല്ലമായി. സമത്വ മുന്നേറ്റ യാത്രക്കിടെ ആലുവയിൽ വെച്ച് മതവിദ്വേഷം വളർത്തുന്ന പ്രസംഗം നടത്തിയതിന് VM സുധീരൻ നൽകിയ പരാതിയിലാണ് ആലുവ പോലീസ് വെള്ളാപ്പള്ളിക്കെതിരെ 153A വകുപ്പ് പ്രകാരം കേസെടുത്തത്. ഇതിനിടെ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ച വെള്ളാപ്പള്ളിയോട് ഈ മാസം 10 മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.